ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. എന്തുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എനിക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചാനലിൽ വീഡിയോ ഇടാൻ പോവുകയാണ്. എപ്പോഴും അങ്ങനെ തന്നെ, ചാനലിൽ കുറേ വീഡിയോ ഇടാതിരിക്കുക, എന്നിട്ട് പിന്നെ വരും ചുമയാണ് കേട്ടോ. അപ്പം അത് കാര്യമാക്കണ്ട, ഇടയ്ക്ക് ഇങ്ങനെ വരും. കുറേ റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റീസൺസൊക്കെ ഞാൻ വീഡിയോയിൽ ചാനലിൽ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണട്ടോ. മെയിൻ റീസൺ അതൊക്കെ ആയിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടങ്ങനെ വീഡിയോ ഇടാതെ അങ്ങനെ ലാഗായി പോയത് കേട്ടോ. എന്നാൽ പിന്നെ എന്തിനാ ഇപ്പം വന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. അതിനൊരു കാരണമുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ വന്നിട്ടൊരു എൻ്റെ രണ്ട് കൂട്ടുകാരെന്നോട് ചോദിച്ച്, അല്ല ഈ ചാനലിൽ വീഡിയോ ഒന്നും പെടലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല വീഡിയോ ഒന്നും പെടലില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വീഡിയോ ഒക്കെ ഇട്, ചാനലൊക്കെ പൊടി തട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു. ആ ഒരു പറഞ്ഞത് കേട്ടപ്പം എനിക്ക് എന്തോ അറിയില്ല, ചാനലൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കരുതിയത് വേറൊരു ചാനലൊക്കെ തുടങ്ങി അതിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാൻ കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു അടിപൊളി പേരൊക്കെ കണ്ടെത്തി ക്രിയേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ അത് ഇതുപോലൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കൂലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, അതിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അതിൽ 2-3 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേതായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോ തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. അതിലേക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നാം പൊടി തട്ടി എടുത്താലൊന്നും കൂടി ഒന്ന് റെഡി ആവും എന്നൊരു തോന്നലിട്ടാ. ആ ഒരു തോട്ട് വന്നതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. കുറേ ആയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടേ അറിയില്ല, അതാണ് ഇപ്പോൾ അവസ്ഥ. പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട ഫസ്റ്റ് വീഡിയോ ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടോക്കി. ഇനി അങ്ങോട്ടേക്ക് ഒരു 50 വ്യൂസ് ആണെങ്കിലും 50 വ്യൂസെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാനൽ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കന്നഡ വെച്ചിട്ടില്ല. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഹാനിമോന് കന്നഡ ഒന്ന് മിസ്സാക്കിയിട്ടുണ്ട്. ഞാൻ കന്നഡ ഊരി വെച്ചിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ കന്നഡ കാണാനില്ല, എവിടെ തിരഞ്ഞിട്ടും കാണുന്നില്ല. ഇനിയിപ്പോൾ എവിടെ കൊണ്ടുവച്ചെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് പിന്നെ കന്നഡ യൂസ് ചെയ്ത് വെക്കാം. എന്തോ അറിയില്ല, എന്തോ ഒരു കുറവ്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോട്ട് പോയി നോക്കാം കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ല ഇവനൊരു അഡാർ സ്കേറ്ററാണെന്ന്? എന്നല്ല കേട്ടോ, ഇത് കണ്ടോക്കി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. 3000 രൂപയും കൊടുത്ത് സ്കേറ്റിംഗ് ഷൂ ആയിട്ട് എന്താ കാര്യം? അവനെ തൊട്ടുപോലും നോക്കാറില്ല. അവൻ്റെ പ്രത്യേക ഹോബി എന്ന് പറയുന്നത് ഇതാണ്, കുട്ടികളെ കരയിപ്പിക്കുക. അപ്പോൾ എനിക്ക് ചിരിയാണ്ടിയില്ല, എന്താ ചിരി. അപ്പം ഇതാണ് എൻ്റെ മൂത്ത പുത്രന് അഹമ്മദ് ഔഫ്. 11 വയസ്സതിന് ഒരു അഹങ്കാരം എനിക്കില്ല കേട്ടോ. ഇതാണ് കേട്ടോ അടുത്ത അവതാരപ്പിറവി, എൻ്റെ 2ാമത്തെ സന്തതിയും എൻ്റെ ഏക മകളുമായിട്ടുള്ള ഹൈസാനോർ. 5 വയസ്സായിട്ടുണ്ട് ആൾക്ക്. ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പെൻസിലും ഒരു ബുക്കുമായിട്ട് ഏതെങ്കിലും ഒരു മൂലക്കിലിരുന്നോളൂ. ഭാവിയിൽ അവളുടെ ചിത്രകാരിയാവാനുള്ള ചാൻസ് കൂടുതലാട്ടോ. പിന്നെ അവൾ ആരെങ്കിലും ചൊറിയാൻ ചെന്നാൽ അവൾ തിരിച്ചു ചൊറിയും. അതൊരു 1.5 ചൊറിച്ചിലായിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത അവതാരപ്പിറവി കേട്ടോ, നമ്മുടെ ഇളയ സന്തതി ഹാനിനൂർ. ഇവനിപ്പോൾ 1 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഇവനൊരു കുട്ടി കുറുമ്പനാ. ഇവൻ്റെ പ്രധാനപ്പെട്ട ഹോബി ഇതൊക്കെ തന്നെ, ഈ കാണുന്നതൊക്കെ തന്നെ.
കോണിപ്പടി കയറി പോവുക, അതേപോലെ നമ്മൾ എടുത്ത് ചില സാധനങ്ങളൊക്കെ വലിച്ചിടുക. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ചിരി. ഇത് കാണാൻ കേട്ടോ ഭയങ്കര രസം. ഇപ്പം കണ്ട ഈ 3 അവതാരങ്ങൾക്കും ഒരു ഓണർ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഓണറാട്ടോ ഈ ഓണർ. എൻ്റെ പേര് മൊഹസിന. എനിക്കിപ്പോൾ 31 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹോബീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വൈകാതെ ഓരോ വീഡിയോകളിലായിട്ട് ഇങ്ങനെ പറയാട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞു ഒരു ഇൻട്രോ വീഡിയോ ആയിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു യാത്ര അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് നമ്മൾ പോകുന്നതൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സംഗതികളൊക്കെ ആണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ എല്ലാ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ നോമ്പൊക്കെ അടുത്ത് വരില്ലേ, നമുക്ക് പുതിയ വ്ളോഗുകളൊക്കെ കാണേണ്ടി വരും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.